ഹലോ അർജു, ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. ഇവിടെയൊന്നും ഏട്ടനേട്ടത്തെയും കണ്ടിയില്ല. ക്രിസ്റ്റി, നീ ശരിക്കും നോക്കിയോ? അവര് ദൂരേക്കൊന്നും പോവാൻ വഴിയില്ല. എടാ, ഈ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാ ഞാൻ നിന്നെ വിളിക്കുന്നത്. ഇവിടെ ഒന്നും കണ്ടില്ല. നീ പോയിട്ട് എന്തായി? അർജു, ഞാനിവിടെ മുഴുവൻ നോക്കിയടാ, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാ? അവർക്കിവിടെ അറിയാത്തോണ്ട് അധിക ദൂരം പോകാനുള്ള ചാൻസ് ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ വേറൊരു സ്ഥലത്തും കൂടി അന്വേഷിച്ചിട്ട് വരാം. അർജു, എന്തായി പോയിട്ട്? ഏട്ടനെയും കണ്ടില്ലേ? അവരെവിടെയാ? ആരു, നീ വിഷമിക്കണ്ട. ഏട്ടനെയും ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ അവരിപ്പോ എന്റെ കൂടെ വന്നിട്ടില്ലെന്നോ? അർജു, നീ എന്തേ പറയുന്നേ? അവര് പിന്നെ എങ്ങോട്ട് പോവാനാ? നിങ്ങളിങ്ങനെ ധൃതി പിടിക്കാതെ അത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ ഏട്ടനെയും കണ്ടു. അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോ അവര് പറഞ്ഞത് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കാൻ അവരെ കൊണ്ട് പറ്റില്ലെന്ന. അപ്പോ എനിക്കും തോന്നി അതാ നല്ലതെന്ന്. അതുകൊണ്ട് ഞാൻ അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവട്ടെ, എന്നിട്ട് തിരിച്ചുകൊണ്ടിരാന്ന് വിചാരിച്ചു. എന്നാലും അജു, അവര് നമ്മളാരും ഇല്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ? ആരു, നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എടാ, അവര് നിന്റെ ഏട്ടത്തി മാത്രല്ല, എന്റെയും കൂടിയാ. അവരുടെ സേഫ്റ്റി ഞാൻ നോക്കാതിരിക്കൂ. നീ പേടിക്കണ്ട. അവരെ എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ടാ ഞാൻ മാറ്റിയിരിക്കുന്നത്. അവർക്ക് അവിടെ ഒരു കുറവും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഗാർഡ്സ് ഫുൾ ടൈം അവരൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഏട്ടത്തെയും കണ്ടു കിട്ടിയല്ലോ, അതോർത്ത് സമാധാനിക്കാം. അർജു, ഇനി എന്താ നിന്റെ നെക്സ്റ്റ് പ്ലാൻ? അവളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ക്രിസ്റ്റി ചോദിച്ചത് കറക്റ്റാ. ഇനി എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏകദേശം നമ്മുടെ പ്ലാനില് അവള് വീണ പോലെയാ. നമ്മൾ പറഞ്ഞതെല്ലാം അവള് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തു. ഇനി എന്താ? നിങ്ങളവളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി അവള് നമ്മളെ വിശ്വസിക്കണം. വേറൊരാളും എന്തും നമ്മളെക്കുറിച്ച് പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ലാത്ത തരത്തിൽ അത്രയും വിശ്വാസം നമ്മൾ അവളിൽ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വേണം നെക്സ്റ്റ് മൂവ് നമുക്ക് തുടങ്ങാൻ. ഹലോ, വാട്ട്? ഞാനിപ്പോ വരാം. അർജു, നീടെങ്ങോട്ട് തിരക്കിട്ട് പോകുന്നത് ഈ രാവിലെ തന്നെ? കാര്യം പറഞ്ഞിട്ട് പോവും. ബെന്നി, ക്രിസ്റ്റിയെ കൂടെ വിളിക്ക്. ഒരു അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ട്. അലക്സാണ്ടർ, അവൻ നമുക്ക് വീണ്ടും പണി തന്നു. ഞാനിവിടെ തന്നെ ഉണ്ട് അർജുൻ. നമുക്കെങ്കിൽ ഇറങ്ങിയാലോ? ഇറങ്ങാം. ആരു, അഞ്ജു, നിങ്ങൾ രണ്ടുപേരും അലേർട്ടായിരിക്കണം. പുറത്തോട്ടൊന്നും ഇറങ്ങരുത്. ഞങ്ങളല്ലാതെ വേറൊരാൾ വിളിച്ചാലും ഡോറ് തുറക്കരുത്. എന്തെങ്കിലും ചെറുതായിട്ട് ഡൗട്ട് തോന്നാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇൻഫോം ചെയ്യണം. മനസ്സിലായല്ലോ? ആരു, നിനക്കിതൊന്നും കണ്ടിട്ട് പേടി തോന്നുന്നില്ലടാ? പേടിയോ? എനിക്കോ? എന്തിന്? നിനക്കറിയാലോ, ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. പിന്നീട് അത്
മെല്ലെ മെല്ലെ മാറിയതായിരുന്നു. എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ. പക്ഷേ വീണ്ടും എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എടാ, നിനക്ക് അർജുന്റെ അടുത്ത് പറഞ്ഞൂടെ ഇതൊക്കെ നിർത്താൻ? നീ ഇതെന്തറിഞ്ഞിട്ടാ അഞ്ജു? ഞാൻ ആദ്യമൊക്കെ അർജുൻ്റെ അടുത്ത് സംസാരിക്കാറുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ പഴയ സിനിമകളൊക്കെ കാണില്ലേ, ഒരു ഗാങ്സ്റ്റർ ആയ ആൾക്ക് പിന്നീട് അതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ലാന്ന്, അതുപോലെ തന്നെയാണ് ഇവിടെയും. അർജുന് അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇനി അവനത് ശ്രമിച്ചാലും മറ്റുള്ളവര് അതിനനുവദിക്കില്ല. നമുക്ക് തിരിച്ച് നാട്ടിൽ പോയാലോ? അപ്പൊ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. നമ്മൾ തിരിച്ച് നാട്ടിൽ പോയാലും ഈ പ്രശ്നങ്ങളൊക്കെ അവിടേക്കും വരും. അപ്പൊ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയിട്ട് കാര്യം? അത് മാത്രമല്ല, അർജുനും ക്രിസ്റ്റിയും ബെന്നിയും എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ ഈ ബിസിനസ് ഇത്രത്തോളം എത്തിച്ചത്. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവരെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല. അത് അവരെ കഷ്ടപ്പാടിനെ നിന്ദിക്കുന്ന പോലെ ആയിരിക്കും. ഞാനിപ്പോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. അവർ പോയി വരട്ടെ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അവർ തന്നെ ജയിക്കും. ആഹാ, ആരിത്? മാഫിയ കിങ് അർജുനും കൂട്ടരോ? എന്തു പറ്റി ഇങ്ങോട്ടൊക്കെ വരാൻ? അല്ല, പാവം ഈ അടിയന്റെ കൊട്ടാരത്തിലേക്ക് വരാനുള്ള വഴിയൊക്കെ അറിയോ എന്തോ? ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇതുവരേക്ക് ഇങ്ങോട്ട് വരാതിരുന്നത്. നീ എത്ര ദുഷ്ടനായിരുന്നാലും എൻ്റെ അടുത്ത് നിന്റെ കളിയൊന്നും ഇറക്കാത്തത് കൊണ്ടാ. പക്ഷേ ഇപ്പോൾ നീ ചെയ്തതിന് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത്? ബിസിനസ് ആവുമ്പോ ഇതൊക്കെ നോർമൽ അല്ലേ? അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം, അതല്ലേ വേണ്ടത്? അത് നീ പറഞ്ഞത് കറക്റ്റ് അലക്സേ. ബിസിനസ് ആവുമ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷേ നീ ചെയ്തത് അതല്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ ടെൻഡർ അത് നീ അയാളെ ഭീഷണിപ്പെടുത്തി അവൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തു. അത് നീ ചെയ്തത് ചെറ്റത്തരല്ലേ? ബിസിനസ് എത്തിക്സിന് എതിരായ കാര്യം. അപ്പോൾ പിന്നെ എങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കും? നേരിട്ട് കണ്ട് അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടല്ലോ. ഓഹോ, അപ്പോ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത്? എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ടെൻഡർ തന്നത് അവർക്ക് തെറ്റുപറ്റിയെന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടാ അത് എനിക്ക് തന്നത്, അല്ലാതെ ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താൻ പോയിട്ടല്ല. അലക്സേ, വെറുതെ കള്ളം പറഞ്ഞ് നേരം കളയണ്ട. നമുക്ക് രണ്ടു പേർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ടെൻഡർ തിരിച്ചു തന്നേക്ക്. ഇല്ലെങ്കിൽ നിനക്കറിയാലോ ഇവിടെ എന്താ സംഭവിക്കാൻ പോന്നേന്ന്. എന്താ ഭീഷണിയാണോ? ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വന്നതുപോലെ തിരിച്ചു മടങ്ങിപ്പോ. അത്ര തന്നെ ഇവിടെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ആ ടെൻഡർ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് എഴുതി തരില്ല. ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് നിന്റെ അടുത്ത് സംസാരിച്ചത്. പക്ഷേ നിന്നെ പോലൊരുത്തിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചാൽ എന്നെ വേണം തല്ലാൻ. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ സംസാര ഭാഷ ഒന്ന് മാറ്റാൻ പോവാം. നീ മര്യാദയ്ക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ
നിനക്കെന്താ അർജുൻ, മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? ഒപ്പിടില്ല എന്ന് പറഞ്ഞ ഒപ്പിടില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്. കിട്ടാനുള്ളതെല്ലാം കെട്ടിബോധിച്ചല്ലോ. ഇനി മര്യാദയ്ക്ക് ആ പേപ്പറിൽ സൈൻ ചെയ്. നീ ജയിച്ചോന്ന് കരുതണ്ട അർജുൻ. ഇപ്പൊ ഞാൻ ഒന്ന് തോറ്റു തന്നെന്ന് കരുതി. ഇനി മുന്നോട്ടുള്ള എല്ലാ മത്സരത്തിലും ഞാൻ നിനക്കൊരു കോമ്പറ്റീറ്ററായിട്ട് ഉണ്ടാവും. വീട്ടിൽ നിന്നെ ഒരിക്കലും ഇനി ജയിക്കാൻ അനുവദിക്കില്ല ഞാൻ. അതിന് നീ ഒന്നുകൂടെ ജനിക്കേണ്ടി വരും. എന്നിട്ട് വന്ന് വെല്ലുവിളിക്ക്. അപ്പം നോക്കാം. ഈ അർജുനോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. അത് നീ എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്ക്. കേട്ടല്ലോ? ഇനി മേല എന്റെ ബിസിനസ്സിലെങ്ങാനും ഇടപെടാൻ നീ വന്ന ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ. കൊന്നുകളയും ഞാൻ. അറിയാലോ? അർജുന പറയുന്നത് പറഞ്ഞ പോലെ ചെയ്തിരിക്കും. നിങ്ങളെല്ലാവരും തിരിച്ചു വന്നല്ലേ? ഞങ്ങൾ പേടിച്ചിരിക്കായിരുന്നു ഇത്ര നേരമായിട്ട് കാണാതെ. എന്താ പറ്റിയേ? എല്ലാവരുടെ കയ്യിലും ബ്ലഡ് ഒക്കെ ആണല്ലോ. അർജു, കൈയും മുഴുവൻ ബ്ലഡ് ആണല്ലോ. എവിടെയായിരുന്നു? എന്താടാ പറ്റിയേ? എനിക്ക് ആകെ പേടിയാവാ. ആരു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നീ ആദ്യമായിട്ടൊന്നല്ലോ എന്നെ ഇങ്ങനെ കാണുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഫൈറ്റ് അത്രേ ഉള്ളൂ. ഇതെന്റെ ബ്ലഡ് ഒന്നുമില്ല. അവനിടിച്ചിട്ട് അവന്റെ ബ്ലഡ് എൻ്റെ കയ്യിലായതാ. അല്ലാതെ എനിക്ക് ഒരു പരിക്കും പറ്റിയിട്ടില്ല. എനിക്കെന്നല്ല, ഞങ്ങൾ 3 പേർക്കും ഒന്നും പറ്റിയിട്ടില്ല. വാ, റൂമിലോട്ട് പോ. നല്ല ക്ഷീണം. ശരിയാ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫൈറ്റ് ചെയ്തതല്ലേ, അതിന്റെ. എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ. നിങ്ങളെല്ലാരും കിടക്കാൻ നോക്ക്. ഇച്ചായ, എന്തേലും പറ്റിയിട്ടുണ്ടോ? ബ്ലഡ് നീ പേടിക്കണ്ട. അർജു പറഞ്ഞത് കേട്ടില്ലേ? ഇത് ഞങ്ങളുടെ ബ്ലഡ് അല്ല, ഞാൻ ഇടിച്ചവരെ ബ്ലഡ് പറ്റിയതാ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. നീ കിടന്നോ. ഇച്ചായ, എന്നാലും എനിക്കിതൊക്കെ കാണും പേടിയാവാ. അഞ്ജു, നിന്റെ അടുത്ത് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാ. നീ ആദ്യമായിട്ട് കാണുന്നോണ്ടാ. പേടിക്കണ്ട. ഇതിന്റെ പേരില് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. കിടക്കാൻ നോക്കിക്കോ. ശരി ചായ, എങ്കിൽ ചായം കുളിച്ചിട്ട് വാ. ഞാൻ ഇവിടെ ഇരിക്കാം. എന്തു പറ്റി? എന്താണ് എൻ്റെ ഹസ്ബൻഡ് ഇത്ര ചിന്താധീനനായിട്ട് ഇരിക്കുന്നത്? അർജു, എനിക്കറിയാം ഇതൊക്കെ നിന്റെ ബിസിനസിന്റെ ഭാഗ. നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും
ഇതൊന്നും മാറാൻ പോകുന്നില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ചില സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ പേടിയാവാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച ഞങ്ങളുടെ അവസ്ഥ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ ആരും എപ്പോഴും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ലൈഫിലൊരു ത്രില്ലുള്ളൂ. നീ പേടിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞങ്ങൾ 3 പേരും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോഴും മൂഡ് ഓഫ് ഒന്നും മാറിയിട്ടില്ലേ? എങ്കിൽ മൂഡ് ഓഫ് മാറ്റാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്കതൊന്ന് പരീക്ഷിച്ചാലോ? അർജു, ഇത് ഞാനാ. വാതില് തുറക്ക്.